നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവം വളരെ വിവാദമായതായിരുന്നു. ഇന്നിതാ ഈ വിഷയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആളിക്കത്തിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം സമർപ്പിച്ചിരുന്നു. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് സർക്കാർ തള്ളിയിരിക്കുകയാണ്. സർക്കാർ തള്ളിയ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ വാക്കൌട്ട് നടത്തി. കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു ഈ വിഷയത്തിൽ. എന്നിട്ടും അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്പീക്കറാണ് നോട്ടീസ് തള്ളിയത്. ഇത് സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നും വിഷയം കോടതി പരിഗണനയിലാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്പീക്കർ ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിനെ തള്ളിയത്. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. എന്നാൽ സ്പീക്കർ വഴങ്ങിയില്ല. ഒടുവിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയായിരുന്നു. നവകേരള യാത്ര ആലപ്പുഴയിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസിന് നേരെ കരിങ്കൊടി കാണിച്ച് പിന്മാറിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, KSU ജില്ലാ പ്രസിഡന്റ് എഡി തോമസ് എന്നിവരെ പിന്നിലെ വന്ന വാഹനത്തിൽ നിന്നും ഗൺമാൻ അനിലും എസ്കോട്ടിലെ പോലീസുകാരൻ സന്ദീപും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും ഹാജരായില്ല. അനിൽകുമാറിനും സന്ദീപിനും പുറമെ കണ്ടാൽ അറിയാവുന്ന മറ്റ് 3 ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. ഡിസംബർ 15-ന് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ചത്. പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത് ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ശേഷമായിരുന്നു. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് എന്നതിനാൽ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും വിട്ടയക്കുമെന്ന സാഹചര്യമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. സർവീസ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ക്രൂരമർദ്ദനത്തിനെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി. എന്നാൽ പോലീസ് നടപടിയെടുത്തില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക നടപടി എന്നായിരുന്നു പോലീസ് ഉന്നയിച്ച വാദം. മാത്രമല്ല, ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. തുടർന്ന് ഇവരുടെ പരാതിയിൽ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട ശേഷമായിരുന്നു പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ, KSU ജില്ലാ പ്രസിഡന്റ് എഡി തോമസ് എന്നിവരാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് എന്നിവർക്കെതിരെ IPC 294B, 326, 324 പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ഹർജി. തോമസിന്റെ തല പൊട്ടുകയും അജയ് ജുവലിന്റെ കൈ ഒടിയുകയും ചെയ്തു. സൗത്ത് പോലീസിൽ ഇരുവരും പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു ലാത്തിയടിയെന്നായിരുന്നു സൗത്ത് പോലീസ് മറുപടി നൽകിയത്. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഈ പ്രതികളെ, അതായത് ഗൺമാനും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനും അടക്കമുള്ള പ്രതികൾ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷെ ചോദ്യം ചെയ്യാൻ ഇവർ ഹാജരായിരുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയം ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും, പ്രതിപക്ഷം നൽകിയെങ്കിലും സ്പീക്കർ അത് തള്ളുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.